ശ്രീ എം ജയചന്ദ്രൻ, ഈ പി ജയരാജന്റെ വാദങ്ങൾ പോലീസ് സംവിധാനങ്ങളുടെയോ പാർട്ടി സംവിധാനത്തിന്റെയോ ഔദ്യോഗിക കണ്ടെത്തലായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ നിരീക്ഷിക്കുന്നത്? തീർച്ചയായും താങ്കൾ ചോദിച്ചതുപോലെ പാർട്ടിയുടെയും മറ്റ് ആധികാരിക രേഖകളുടെയും പിൻബലത്തിൽ തന്നെയാണ് പി ജയരാജൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്നാണ് പി ജയരാജന്റെ പുതിയ പുസ്തകത്തിന്റെ പേര്. ഇത് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീ പി ജയരാജന് പാർട്ടിയുടെ സമ്മതമില്ലാതെ, അംഗീകാരമില്ലാതെ ഇങ്ങനൊരു പുസ്തകം ഇറക്കാൻ കഴിയില്ല. പിന്നെ ഇതിനകത്തുള്ള രേഖകളുടെ ആധികാരികത ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് രേഖകളുടെ ആധികാരികത, പോലീസ് രേഖകളിൽ നിന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ശേഖരിച്ചിട്ടുള്ളത്. അടുത്തൊരു കാര്യം, ഇപ്പോൾ ISISന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടെന്നോ അത്തരത്തിലുള്ള പ്രവർത്തനം കേരളീയ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ട് എന്നുള്ള ഒരു വിദൂരമായ ധാരണ പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. വായിച്ചിട്ടില്ല. അഭിമുഖം കാണുമ്പോൾ ശ്രീ എം ജയചന്ദ്രൻ മനസ്സിലാക്കാനാകുന്നത് അദ്ദേഹം ഈ പുസ്തകം പൂർത്തിയാക്കിയത് തെരഞ്ഞെടുപ്പിന് മുൻപാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയാൻ അദ്ദേഹം കാത്തു നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ ഒക്ടോബറിൽ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു. അതിൽ വിമർശനങ്ങളും ഉണ്ടാകട്ടെ, സ്വാഭാവികമല്ലേ, അതുകൂടി വേണമല്ലോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ. അപ്പോൾ വിമർശനങ്ങൾ കൂടി കേൾക്കാൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തു നിന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അടിവരയിടേണ്ട വിഷയമാണെന്ന് ഞാൻ കരുതുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നടത്തിയ ചില വിലയിരുത്തലുകൾ, അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നിശ്ചയമായും CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എഴുതുന്ന പുസ്തകത്തിൽ പാർട്ടിയുടെ അനുമതി തേടേണ്ടി വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പുസ്തകം തന്നെ ശ്രീ പി ജയരാജന്റെ പുസ്തകം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് അവർ പരിശോധിച്ചിട്ട് ശ്രീ പുത്തലത്ത് ദിനേശനാണ് അതിനാവശ്യമായിട്ടുള്ള മറ്റു നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാവാം, തെറ്റാവാം, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുണ്ട് എന്ന് മാത്രമല്ല, ഈ പുസ്തകം ഈ ഇലക്ഷന് മുമ്പ് തയ്യാറാക്കിയതാണ്, അത് ഇലക്ഷൻ കാലത്ത് മാറ്റിവെച്ചു എന്നുള്ളതൊന്നും അർത്ഥമില്ല. കാരണം ഇദ്ദേഹത്തിന്റെ പുസ്തകം 2003 അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഈ അഭിമുഖത്തിൽ പറയുന്നത്. ലോക്കൽ ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞത് സ്മൃതി, 2003 സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ RSSനെ വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം ശ്രീ പി ജയരാജൻ നടത്തുന്ന പ്രതികരണങ്ങൾ കാലിക പ്രസക്തി ഉള്ളതാണോ എന്നുള്ള കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാലം ഏതു രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്, രാജ്യത്തെയും രാജ്യാന്തര തലത്തിലെയും സാഹചര്യങ്ങൾ കൂടി അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ അത് പറയേണ്ട സാഹചര്യമാണോ എന്ന് പരിശോധിക്കണമല്ലോ. 2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവന പ്രകാരം ISൽ ചേർന്ന 100 പേരിൽ 72 പേരും തൊഴിലാവശ്യത്തിന് വിദേശത്ത് പോയപ്പോൾ ഇതിൽപ്പെട്ടു. അതായത് മലയാളികളുണ്ട്, പക്ഷേ കേരളത്തിൽ നിന്ന് നേരെ നടന്ന റിക്രൂട്ട്മെന്റ് അല്ല, ഇവിടെ നിന്ന് വിദേശത്ത് തൊഴിലാവശ്യത്തിന് പോയി അവിടെ നിന്ന് പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് ആ വാചകത്തിലില്ലല്ലോ. ഭീകര സംഘത്തിലേക്ക് പോകാൻ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ജയരാജൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് റിക്രൂട്ട്മെന്റ് ഉണ്ട്, ഇപ്പോൾ യുവാക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ശ്രീ ജയേന്ദ്രൻ. അപ്പോൾ നിങ്ങൾ പറയുന്നതും, അതായത് CPM പറയുന്നത് തന്നെയാണ് പി ജയരാജൻ പറയുന്നതെന്ന് പറയുന്നെങ്കിൽ, CPM പറയുന്നതും നേരത്തെ കേരള സ്റ്റോറിയിലൂടെ സംഘപരിവാർ മുന്നോട്ട് വെച്ചതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ തീർത്തും ഖണ്ഡിക്കുകയാണ് സ്മൃതി ഉന്നയിച്ച ഈ വാദത്തെ. ഇപ്പോൾ അങ്ങനെ സംഭവം നടക്കുന്നതായി ശ്രീ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടേ ഇല്ല എന്ന് എനിക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയും. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ഇപ്പോൾ താങ്കൾ ഉദ്ധരിച്ച ശ്രീ പി ജയരാജന്റെ ഇന്റർവ്യൂ തന്നെ, ആ ഇന്റർവ്യൂ മാത്രം, ഞാനും അത് മുഴുവൻ കണ്ട ആളാണ്, അത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പോൾ നടക്കുന്നു എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നതേ ഇല്ല. മുൻപ് കുപ്വാരയിൽ, കാശ്മീരിൽ 4 മലയാളി യുവാക്കളുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതാണ് ഇതിനകത്ത് പറഞ്ഞ കാര്യം. പിന്നെ ഈ പുസ്തകമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. ഇത് 75 വർഷത്തെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പരിശോധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ഖിലാഫത്ത് പ്രസ്ഥാനം കഴിഞ്ഞതിന് ശേഷം 1930-കൾ മുതൽ
ഈ തൊട്ട് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഇൻസിഡന്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ശരി, പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്തുണ്ടായ ഒരു നീക്കമടക്കം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന വർത്തമാനകാല അവസ്ഥയിൽ ഒരു പുസ്തകം എന്നതാണ്. ഇത് പ്രസിദ്ധീകരിക്കുകയാണ്, തിരഞ്ഞെടുപ്പിന് മുൻപ് തയ്യാറാക്കിയതാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് രണ്ട് ചെറിയ കൂട്ടിച്ചേർത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഒക്ടോബറിൽ പുറത്തിറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മുസ്ലിം രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ ഇസ്ലാം, ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വിശദീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖവുരയായി പറഞ്ഞുകൊണ്ടാണ് ഈ അഭിമുഖം. ശ്രീ എം ജയേന്ദ്രൻ, താങ്കൾക്കിത് വിശദീകരിക്കാം. അല്ല, അത് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ CPM-ന്റെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകന രേഖയിൽ പറയുന്ന ഒരു ആശയഗതിയുണ്ട്. ആശയഗതി മാത്രമല്ല, പ്രായോഗിക അനുഭവങ്ങളിൽ നിന്നാണ് ആശയഗതിയിലേക്ക് അവരെത്തുന്നത്. അതായത് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകൾ ചേർന്ന് ഒരു മുസ്ലിം ഏകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് CPM-ന്റെ അവലോകന രേഖയിൽ പറയുന്നത്. ആ ആശയഗതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീ P. ജയരാജൻ ഈ പുസ്തകം, ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന്റെ PB അംഗം ശ്രീ A. വിജയരാഘവനാണ്. ഒന്ന്. രണ്ടാമത് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു ആമുഖക്കുറിപ്പും ഇതിനുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും വിശദമായി CPM പരിശോധിക്കുകയും PB അംഗം അടക്കം അവതാരിക എഴുതുകയും ചെയ്ത പുസ്തകത്തിൽ അദ്ദേഹം A. വിജയരാഘവൻ ഇതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഈ അവതാരികയിൽ. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ വരുന്ന ഈ പുസ്തകം അടുത്ത മാസം പകുതിക്ക് ശേഷമാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഇതാണ് ചുരുക്കത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇത് പാർട്ടി നിലപാട് തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.